നമ്മുടെ സമൂഹത്തിൽ എത്ര അനാചാരങ്ങൾ വന്നു, ഈ സമൂഹം അറിയണ്ടേ? ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവളെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാർക്കിലേക്ക് മുന്നിലേക്ക് നിർത്തിയിട്ട് സമൂഹത്തിന് മുന്നിൽ ദർശനമായി നിലനിർത്തിയിട്ട് എന്റെ മകൾക്ക് പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാകുന്ന സമ്പ്രദായം ഇതാര് നിങ്ങളെ പഠിപ്പിച്ചു സഹോദരങ്ങളെ? ഒരു മുസ്ലിം പെൺകുട്ടി അവളിതാ പ്രസവിച്ചു. അവൾ പ്രസവിച്ചതിന് ശേഷം 40 ദിവസം തികയുമ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടിക്കൊണ്ട് സൽക്കരിക്കുന്ന ഈ സമ്പ്രദായം ഏത് പണ്ഡിതനാണ് നിങ്ങൾക്ക് ഫത്വ നൽകിയത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ സമൂഹം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ മോശപ്പെട്ട ആചാരങ്ങളല്ലേ? ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുലഭം നടക്കാൻ നമ്മളാരും എതിർക്കുന്നില്ല. എന്താ കാര്യം? വല്ലപ്പോഴും ബിരിയാണി കിട്ടുന്ന ഉസ്താദായിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായി പരാധീനത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പരിപാടികൾ നടത്തും. ഇപ്പോൾ പൊതുവായി നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ശീലത്തിൽപ്പെട്ടാണ് എന്ത്, നമ്മൾ എല്ലാ വർഷത്തിലും ഒരു പരവാസോലി നടത്തും. ഒരു പെയിന്റ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു പരവാസോലി. സാമ്പത്തികമായി ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ, അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. അതൊക്കെ ആയിക്കോട്ടെ. നമ്മൾ ദുരാചാരങ്ങൾ, ഇസ്ലാമിലുള്ള ദുരാചാരങ്ങൾ, അത് നമ്മൾ ശക്തമായി എതിർക്കണം. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കാൻ, എല്ലാവരും വിളിച്ചറിയിക്കാൻ, ഇതെവിടെ പഠിപ്പിച്ചു, ആര് പഠിപ്പിച്ചു, എന്തിനാണിത്? അവരിവരും കൊണ്ടൊന്ന് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നതാണോ? ഇത് തിരിച്ചു വിട്ട് കൊടുക്കണ്ടേ? എടുക്കാതിരുന്നാലും വിഷയാവൂലേ? അതിന്റെ ചിന്തിക്കാത്തത്. ഇങ്ങോട്ട് കിട്ടുന്ന മാത്രമല്ലല്ലോ, അങ്ങോട്ടും കൊടുക്കേണ്ടി വരൂലേ? മാത്രമല്ല, ഇത് ആര് പറഞ്ഞു? ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തി എത്തുന്ന വിവരം ലോകം മുഴുവനും അറിയിക്കാൻ ഏത് മതത്തിന്റെ വക്താവാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് മതത്തിലാണ് നിലകൊള്ളുന്നത്? അതുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ദുരാചാരങ്ങൾ ഈ സമൂഹത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ നിർദ്ദേശിക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ അതിന് പ്രതിക്കൂട്ടിൽ നിലകൊള്ളുന്നത് ചില സഹോദരിമാർക്ക് അത് വേണം, നിർബന്ധമാണ്. അത് വേണ്ട, വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ ദീനിൽ പെടാത്ത ചില സംഗതികൾ നിങ്ങൾ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരരുത്. നമ്മുടേതായ ചില ആദർശങ്ങളെ നമ്മൾ ദീനിലേക്ക് കടത്തി തിരികെ കയറ്റിയിട്ട് ഇത് ദീനാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു പെണ്ണിന് പ്രായപൂർത്തി എത്തിയത് ആരും അറിയാതെ രഹസ്യമാക്കി വെക്കണം. അയൽവക്കത്തെ ചെക്കൻ ലൈനടിക്കാതിരുന്ന എന്തുകൊണ്ടാ? ആ പെണ്ണ് ചെറിയ പെണ്ണാണ്, മൈനറാന്ന് കരുതിയിട്ടാണ്. അപ്പൊ പറയാ പ്രായപൂർത്തി എത്തിയെന്ന്. അവൻ ഉൾപ്പെടെ എല്ലാവരും ബിരിയാണിക്ക് വിളിക്കുക. അപ്പൊ അവൻ ലോകത്ത് തിരിയണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു റാഹത്ത്. ഇതിന് അവസരം നമ്മൾ ഉണ്ടാക്കില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് തുനിയുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ചെലവുകൾ അധികരിച്ചിരിക്കുന്ന കാലഘട്ടം, ഓരോ ദിവസവും അനുദിനം ചെലവുകൾ അധികരിക്കുകയാണ്. ഈ ഉസ്താദ് നേരത്തെ പറഞ്ഞ മുഅല്ലിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ, സന്തോഷവും റാഹത്തും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ഞാൻ 1-2 ആളുകളെ കണ്ടിട്ട് ചെറിയ തുക അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കാൻ. എന്തുകൊണ്ട്? നേരത്തെ സൂചിപ്പിച്ച അഖീഖയുടെ അറവ് സുന്നത്താണ്. ഞാൻ എടുത്തൊന്ന് പറയാൻ, ചില ആളുകൾ അത് നിർബന്ധമാക്കലുണ്ട്. അങ്ങനൊന്നുമില്ല. വാപ്പാക്കും ഉമ്മാക്കും കഴിവുണ്ട് എങ്കിൽ കുട്ടി ജനിച്ചിട്ട് 7-ന്റെ അന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, കുട്ടിയുടെ മേലുള്ള പേര് പ്രസിദ്ധിപ്പെടുത്തണം. കുട്ടി ജനിച്ച് 7-ന്റെ അന്ന് എന്ത് നടത്തണം? കുട്ടിക്ക് പേരിടണം, നല്ല പേരിടണം. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ അസ്മാഅകും. തീർച്ചയായും നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നാളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ പേരുകളും ചേർത്തുകൊണ്ടാണ് അല്ലാഹു നാളെ മഹ്ശറിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഫഅഹ്സിനൂ അസ്മാഅകും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ. ഹബീബായ റസൂലുള്ളാഹി നല്ല പേരിടണം, നല്ല പേരിടണം. എപ്പോഴും അത് ശ്രദ്ധിക്കണം, നല്ല പേരിടണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അർത്ഥമുള്ള പേര്, ദീനിൽ വളരെ അർത്ഥവത്തായ പേരുകളല്ലാതെ ഗൂഗിളിലോ എവിടെയെങ്കിലും പുസ്തകത്താളിലോ കണ്ടിട്ട് നമ്മളത് ഉറപ്പുവരുത്താൻ നിൽക്കരുത്. ആലിമീങ്ങളോട് ചോദിച്ച് ദീനിലുള്ള പേരേ നമ്മളത് ഇടാവുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. കാരണം നാളെ മഹ്ശറയിൽ ഈ പേര് വെച്ചുകൊണ്ട് അവരെയും അവരുടെ പിതാവിനെയും ചേർത്തിട്ടാണ് മഹ്ശറയിൽ വിളിക്കുക. ഇന്നാലിൻ്റെ വ്യക്തിയുടെ മകനെ, ഇന്നാലിൻ്റെ വ്യക്തിയുടെ മകളെ എന്നാണ് വിളിക്കുക. പാപ്പാടെ പേരും കുട്ടിയുടെ പേരും കൂടെ ചേർത്തിട്ടാണ് വിളിക്കുക. അപ്പൊ അവിടെ വഷളാകരുത്. എല്ലാവരും നിൽക്കുമ്പോൾ വിളിക്കാൻ.
അങ്ങനെയാണ് ഓരോരുത്തരെയും ഹിസാബിന് വേണ്ടി വിളിക്കപ്പെടുക. അതുകൊണ്ട് പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിനെ പേര് നന്നാക്കണമെന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ വഷളാകും. അതാണ് നബി തങ്ങൾ അവിടെ എടുത്തുണർത്തുന്നത്. അപ്പൊ പേരിടുക, കുട്ടി ജനിച്ച് 7-ന്റെ അന്ന്. രണ്ടാമതായി കുട്ടിയുടെ പേരുള്ള അറവാൻ, അഖീഖയുടെ അറവ്. അത് വാപ്പാക്കും ഉമ്മാക്കും കഴിവുണ്ട് എങ്കിൽ അവർ സുന്നത്തായ നിലയ്ക്ക് നിർവഹിക്കേണ്ടതാണ്. കുട്ടിയുടെ മേൽ നടത്തേണ്ട അറവാൻ. കഴിവുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്യാതിരിക്കാൻ പാടില്ല. കുട്ടി പ്രായപൂർത്തി എത്തുന്നത് വരെ വാപ്പയുടെ ഉമ്മയുടെയും കടമയാണ്. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ കുട്ടിക്ക് കഴിവാകുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ സ്വന്തമായി നടത്താം. അതുവരെ ആരുടെ മേലാണ്? വാപ്പാടെ ഉമ്മയുടെ മേലാണ്. അത് 7-ന്റെ അന്ന് തന്നെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ. അന്ന് പറ്റുന്നില്ല എങ്കിൽ പിന്നെ 14-ന്, അതിന് പറ്റുന്നില്ല എങ്കിൽ 21-ന്. അങ്ങനെ 7-ന്റെ ഗുണിതമാണ് നോക്കേണ്ടത്. കുട്ടി ജനിച്ച് 7-ന്റെ അന്ന്. അറവ് കഴിഞ്ഞാൽ പിന്നെയുള്ള പണിയാണ് എന്ത്? കുട്ടിയുടെ തലമുടി പരിപൂർണമായി മുണ്ഡനം ചെയ്യുക, തലമുടി പരിപൂർണമായി വടിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് എന്നാ ചെയ്യേണ്ടത്? കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് ചെയ്യേണ്ടത്. പേരിടുന്നു അങ്ങനെ തന്നെയാണ്. അന്നത്തെ ദിവസം തന്നെ രാവിലെ ഞാൻ നിനക്ക് എൻ്റെ മകൻ ഇവന് മുഹമ്മദ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. മുഹമ്മദേ എന്ന് വിളിച്ചേക്കുക. ആ ചടങ്ങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ കയ്യിലെടുത്തിട്ട് മുഹമ്മദ് മുഹമ്മദ് പാട്ടും പാടിക്കൊണ്ട് നടക്കുക, എന്നിട്ട് അതൊരു സീനാക്കുക, എന്നിട്ട് അത് യൂട്യൂബിൽ ഇട്ട് വൈറലാക്കുക. ഇതാ ഇപ്പോഴത്തെ പരിപാടി. അതൊന്നും വേണ്ട. ഒറ്റ വിളി, അതോടുകൂടി മുഹമ്മദേ എന്നൊരു വിളിച്ചേക്കുക. കുട്ടിക്ക് പേരിട്ട് കൊടുക്കുക. അത് ആ ദിവസത്തിന്റെ പ്രത്യേകതയും അന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് പിന്നെ അറവാണ്. അറവ് നടത്തുമ്പോൾ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യാനും ഈ അറവ് വെക്കുന്ന അറവുകാരന്റെ കത്തി ഒരേപോലെ വെച്ചിട്ട് ആ തുടങ്ങിയോ വെച്ചോ ഓക്കെ ആ പരിപാടി ഒന്നും വേണ്ട. ആദ്യം എന്ത് നടക്കുക? അറവ് നടക്കുക. അതിനുശേഷമാണ് കുട്ടിയുടെ തലമുണ്ടനം ചെയ്യേണ്ടത്, തലമുടി വടിക്കേണ്ടത്. അറവ് നടത്തുമ്പോൾ നമ്മൾ ഉദഹിയത്തിന്റെ മസല പറയുന്ന പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ആടും മാടും എത്ര വയസ്സ് വരണം? 2 വയസ്സെത്തിയിരിക്കണം. നമ്മുടെ നാട്ടിലെ ആട് ഏതാണ്? കോലാടാണ്. അതുകൊണ്ട് തന്നെ 2 വയസ്സെത്തിയിരിക്കണം. സാധാരണ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു സ്വഭാവം ഉണ്ട്, എന്ത്? പ്രത്യേകിച്ച് നല്ല ഇളത്ത സാധനമാണ് ഉസ്താദേ എന്ന് പറഞ്ഞ് നല്ല നൈസായിട്ടുള്ളതിനെ കൊണ്ട് ഇറക്കും. ആ നല്ല ഇളത്ത ഇറച്ചി കഴിച്ച കൂലി കിട്ടും. എന്ത് കിട്ടൂല? അക്കീക്കയുടെ കൂലി കിട്ടൂല. അല്ലാഹു ആക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഉളഹിയ്യത്ത് ഇറക്കുമ്പോഴും അഖീഖ ഇറക്കുമ്പോഴും പല ആളുകളും വയസ്സ് എത്തിക്കാത്തതിന് അറക്കലുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. എത്ര വയസ്സെത്തിക്കണം? ആടായാലും മാട് വർഗത്തിൽപ്പെട്ടതായിരുന്നാലും 2 വയസ്സ് എത്തിച്ചിരിക്കണം. അത് ആര് പറയണം? അറവുകാരൻ, നമ്മളാ വാങ്ങുന്ന വ്യക്തി അവനിൽ നിന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവനോട് ചോദിക്കണം. അപ്പൊ അവൻ പറയാണ് 2 വയസ്സെത്തി. ചിലപ്പോൾ അവന്റെ കച്ചവടം നടക്കാൻ വേണ്ടി സാധനം വയസ്സ് കുറവാണെങ്കിൽ ഇടി ആർക്ക് കിട്ടിക്കോളും? അവന് കിട്ടിക്കോളും. നമ്മൾ അതിനെ കുറ്റക്കാരനല്ല. നമ്മൾ സാധനത്തെ വാങ്ങിച്ച് ബിസ്മില്ല ഇറക്കുന്നു. എൻ്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അഖീഖ ഞാനിതാ വീട്ടുന്നു എന്ന അറവിന് മുമ്പ് കരുതി ആ അറവിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഖിബിലയ്ക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തിയിട്ട് ബിസ്മില്ല അറവ് നടത്തുക. ആ അഖീഖയിൽ നമുക്ക് ഷെയർ ചേർക്കാൻ പറ്റും, നമ്മൾ ഉളുഹിയ്യത്തിൽ ചേർക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോവാണ്, മസലകളാണ്. ഉളുഹിയ്യത്തിൽ നമ്മൾ ഷെയർ ചേരും. 7 പേർക്ക് വരെ ഒരു മാടിൽ ഷെയർ ചേരാം. ആടിൽ പറ്റൂല. ആടിൽ ഉളുഹിയ്യത്തിലും പറ്റൂല, അഖീഖയിലും പറ്റൂല, ഒന്നിലും പറ്റൂല. ഷെയർ ഒറ്റയ്ക്കേ പറ്റൂല. ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്തുണ്ട്. ജനിച്ചത് ആരാണ്? ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട് അറുത്തു കൊടുക്കൽ സുന്നത്തുണ്ട്. മാട് വർഗത്തിൽപ്പെട്ടതിൽ നമുക്ക് ഷെയർ ചേർക്കാൻ പറ്റും. 7 പേര് വരെ ഷെയർ ചേരാം. 7-ൽ കുറവും ചേരാം. 3 പേരുള്ളൂ. 3 പേര് 3 കൂട്ടുകാർ ചേർന്നിട്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഓരോരുത്തർ ഇറക്കാൻ. അല്ലെങ്കിൽ ഒരു വീട്ടിൽ 7 പേരുണ്ട്, ജ്യേഷ്ഠനനുജന്മാര് പെങ്ങന്മാരെല്ലാവരും കൂടി അവരുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും കൂടി ഒരു പോത്തിനെ വാങ്ങിച്ചിട്ട് പരസ്പരം പൈസ എല്ലാം ഈക്വൽ ആയിട്ടിട്ടിട്ട് അവരെന്ത് ചെയ്യാണ്? പോത്തിനെ ഇറക്കുകയാണ്. എന്നിട്ട് നിയ്യത്ത് ചെയ്യാൻ. അപ്പൊ അറക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ കുട്ടിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യണം. എൻ്റെ കുട്ടിയുടെ സുന്നത്തായ അഖീഖ ഞാൻ കരുതുന്നു. നേരത്തെ കത്തി വെക്കുന്നതിന് മുമ്പേ നിയ്യത്ത് ചെയ്തിരിക്കണം. അറവ് നടക്കുന്നതിന് മുമ്പ്. അറവ് നടന്നു. ആ മാംസം വേവിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഷാഫി മദ്ഹബിൽ. ഏത്? അഖീഖയുടെ മാംസം. കുട്ടിയുടെ മേലുള്ള അറവിനാണ് അഖീഖ എന്ന് പറയാം. ആ 7-ാം ദിവസം നമ്മൾ നടത്തുന്ന ഈ അറവിന്റെ ഈ മാംസം പരമാവധി കറി വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് സദക്ക ചെയ്യലാണ് നല്ലത്, പാവങ്ങൾ കൊടുക്കലാണ് നല്ലത്. ഉളുഹിയ്യത്തിന്റെ മസല പോലെ തന്നെയാണ്. 1/3 ഭാഗം നമുക്ക് പരിപൂർണമായി ഇതിന്റെ മാംസം എടുക്കാം, നമുക്ക് കറി വെക്കാൻ എടുക്കാം.
പക്ഷെ ഏറ്റവും നല്ലത് നബിതങ്ങൾ ചെയ്തതുപോലെ ഒരല്പം കരളിന്റെ ഭാഗം മാത്രം എടുത്ത് ഉളഹിയത്തിലായിരുന്നാലും അക്കീക്കയിലായിരുന്നാലും അല്പം കരളിന്റെ ഭാഗം മാത്രം എടുത്ത് ബാക്കിയുള്ളത് മുഴുവനും പാവപ്പെട്ടവർക്ക് നൽകലാണ് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ ചെയ്യലുണ്ട് എന്താ, 1/3 പള്ളി ഷെയർ കയറുന്നാൽ പോലും ആ 1/3 എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കുക്കർ 5 ലിറ്ററിന്റെ കുക്കറും വാങ്ങിച്ച് അതിനകത്തിട്ട് വിസിലടിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് അടിച്ച് തീർക്കും. 1/3 എടുത്തോളം മസാലയുണ്ട്, നമ്മൾ എടുത്ത് നല്ലതുപോലെ എടുത്തു. അങ്ങനെ നമ്മൾ തിന്നാനല്ല ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്യാം. അതിന് കറി വെച്ച് കൊടുക്കലാണ് നല്ലത്. അതിലൊരല്പം മധുരം ചേർത്തിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. മധുരം എന്ന് പറഞ്ഞാൽ ഒരു ഞുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ഒരല്പം തേൻ ഒഴിക്കുക, സ്വല്പം. ഞാൻ വീണ്ടും പറയുന്ന കറി മധുരിക്കാനല്ല ഇത്, മറിച്ചൊരു ശുഭലക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നായിട്ട് ഒരു 10 കിലോ പഞ്ചസാര ഇട്ടിട്ട് കറി വെക്കല്ലേ, അതല്ല ഈ പറഞ്ഞത്. കറി എരിവുണ്ടായിക്കോട്ടെ, ഒരല്പം മധുരം, ചെറിയൊരു മധുരം അതിലേക്ക് ഇട്ടുക, അതൊരു ശുഭലക്ഷണത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് സുന്നത്തുകൾ കിട്ടും. അതിനാണ് ഈ പറഞ്ഞത്. മാത്രമല്ല, മാംസം ഉരിഞ്ഞെടുക്കുമ്പോൾ എല്ലിൽ നിന്ന് പരിപൂർണമായി ഉരിഞ്ഞെടുക്കണം. എല്ലുകൾ പരമാവധി ഒടിക്കാതിരിക്കണം. കാരണം ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ ആക്സിഡന്റ് പോലുള്ള വിഷയങ്ങളെ തൊട്ട് ഒഴിവാകാനാണ് എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ മൃഗത്തെ വളരെ ബഹുമാനിക്കണം. അതിനെ മറിച്ചിടുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഉൾഹിയത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കണം. വളരെ ആദരവും ബഹുമാനവും നമ്മളതിന് കൊടുക്കണം. ചുരുക്കം പറഞ്ഞാൽ അറവെല്ലാം കഴിഞ്ഞു, അതിന്റെ കറിയെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു. ഇനി അതിനെ കറി വെച്ച് കൊടുക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാംസമായിട്ട് കൊടുത്തോട്ടെ, അതൊരു സുന്നത്ത് പറഞ്ഞതേ ഉള്ളൂ. ഉസ്താദ് പറഞ്ഞ് കറി വെച്ച് കൊടുക്കണോ അതൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതിന് സാധിച്ചില്ലെങ്കിൽ മാംസമായിട്ട് തന്നെ കൊടുക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുക. അതിനുശേഷം അത് കൊണ്ടുവന്ന് സ്വർണമോ വെള്ളിയോ തൂക്കുന്ന ത്രാസിൽ കൊണ്ടുവന്ന് തൂക്കുക. എത്രയാണ് അതിന്റെ ഗ്രാമെന്ന് മനസ്സിലാക്കുക. അതിന് സ്വർണം പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുക്കുക. ആ മുടിയുടെ തൂക്കത്തിന്റെ അളവിന് സമാനമായി. മനസ്സിലായില്ല? കുട്ടിയുടെ മുടി മുണ്ടനം ചെയ്തിട്ട് അതൊരു പേപ്പറിൽ അങ്ങോട്ട് വാങ്ങണം. എന്നിട്ട് ആ പേപ്പറോട് കൂടി നേരെ എവിടെ കൊണ്ട് തൂക്കണം? സ്വർണമോ വെള്ളിയോ തൂക്കുന്ന ത്രാസിൽ കൊണ്ടുപോയി തൂക്കണം. കാരണം മറ്റേ ഇറച്ചി വെട്ടുകാരെ തൂക്കിയാൽ നമുക്ക് സ്വർണ്ണം ഇങ്ങോട്ട് കിട്ടും. ആ സൈസായിരിക്കും ത്രാസ്. ഇതില് തൂക്കി കഴിയുമ്പോൾ കറക്റ്റ് കിട്ടും, എത്ര ഗ്രാം ഉണ്ടെന്ന് കറക്റ്റ് കിട്ടും. അങ്ങനെ തൂക്കിയതിനു ശേഷം ആ എത്ര തൂക്കമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഗ്രാമിന്റെ അളവിന് പ്രകാരം സ്വർണം കൊടുക്കാൻ കഴിവുള്ളവർ കൊടുക്കുക. ഇല്ലെങ്കിൽ അത് കുറിച്ചു വെക്കണം ഒരു ഡയറിയിൽ. എന്തെങ്കിലും ഒന്ന് കഴിവാകുമ്പോൾ ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കഴിവായ വാപ്പാക്ക് കൊടുക്കുക. അതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. ഈ കുട്ടിയുടെ വിഷയത്തിൽ സദക്ക കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ അക്കീക്ക ഇറക്കുമ്പോൾ അതിൻ്റെതാകുന്ന ഒരു തൊട, ഒരു വലത്തെ തൊട ആർക്ക് കൊടുത്തേക്കുക? കുട്ടിയെ നോക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വയറ്റാട്ടി അവർക്ക് കൊടുത്തേക്കുക. അതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ സുന്നത്തുകൾ ഒരുപാടുണ്ട്. പറയാൻ നിന്നാൽ അത് പറയേണ്ടി വരും. അക്കീക്കാവും വിഷയം. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതോളൂ, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് നമുക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ടും കുറച്ച് വിശദീകരിച്ചാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ കുട്ടിയുടെ മേലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. മക്കളുടേതാകുന്ന ചെലവുകളും അവരുടെ വിഷയങ്ങളിലും പഠനത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ തുക. നമ്മുടെ സമൂഹത്തിൽ എത്ര അനാചാരങ്ങൾ വന്നു, ഈ സമൂഹം അറിയണ്ടേ? ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ അവളെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാർക്കിലേക്ക് മുന്നിലേക്ക് നിർത്തിയിട്ട് സമൂഹത്തിന് മുന്നിൽ ദർശനമായി നിലനിർത്തിയിട്ട് എന്റെ മകൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാകുന്ന സമ്പ്രദായം ഇതാര് നിങ്ങളെ പഠിപ്പിച്ചു സഹോദരങ്ങളെ? ഒരു മുസ്ലിം പെൺകുട്ടി അവളിതാ പ്രസവിച്ചു. അവൾ പ്രസവിച്ചതിന് ശേഷം 40 ദിവസം തികയുമ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടിക്കൊണ്ട് സൽക്കരിക്കുന്ന ഈ സമ്പ്രദായം ഏത് പണ്ഡിതനാണ് നിങ്ങൾക്ക് ഫത്വ നൽകിയത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ സമൂഹം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ മോശപ്പെട്ട ആചാരങ്ങളല്ലേ? ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുലഭം നടക്കാൻ നമ്മളാരും എതിർക്കുന്നില്ല. എന്താ കാര്യം? വല്ലപ്പോഴും ബിരിയാണി കിട്ടുന്ന ഉസ്താദായിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായി പരാധീനത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പരിപാടികൾ നടത്തും. ഇപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ശീലത്തിൽപ്പെട്ടാണ് എന്ത്, നമ്മൾ എല്ലാ വർഷത്തിലും ഒരു പരവാസോലി നടത്തും. ഒരു പെയിന്റ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു പരവാസോലി. സാമ്പത്തികമായി ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ, അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. അതൊക്കെ ആയിക്കോട്ടെ. നമ്മൾ ദുരാചാരങ്ങൾ, ഇസ്ലാമിലുള്ള ദുരാചാരങ്ങൾ, അത് നമ്മൾ ശക്തമായി എതിർക്കണം. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കാൻ, എല്ലാവരും വിളിച്ചറിയിക്കാൻ. ഇതെവിടെ പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? എന്തിനാണിത്? അവരിവരും കൊണ്ടൊന്ന് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നതാണോ? ഇത് തിരിച്ചു വിട്ട് കൊടുക്കണ്ടേ? എടുക്കാതിരുന്നാലും വിഷയാവൂലേ? അതിന്റെ ചിന്തിക്കാത്തത്. ഇങ്ങോട്ട് കിട്ടുന്ന മാത്രമല്ലല്ലോ, അങ്ങോട്ടും കൊടുക്കേണ്ടി വരൂലേ?
മാത്രമല്ല, ഇത് ആര് പറഞ്ഞു? ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തി എത്തുന്ന വിവരം ലോകം മുഴുവനും അറിയിക്കാൻ ഏത് മതത്തിന്റെ വക്താവാണ് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് മതത്തിലാണ് നിലകൊള്ളുന്നത്? അതുകൊണ്ട് മോശപ്പെട്ടതാകുന്ന ദുരാചാരങ്ങൾ ഈ സമൂഹത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരരുത് എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ നിർദ്ദേശിക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ അതിന് പ്രതിക്കൂട്ടിൽ നിലകൊള്ളുന്നത് ചില സഹോദരിമാർക്ക് അത് വേണം, നിർബന്ധമാണ്. അത് വേണ്ട, വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ ദീനിൽ പെടാത്ത ചില സംഗതികൾ നിങ്ങൾ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരരുത്. നമ്മുടേതായ ചില ആദർശങ്ങളെ നമ്മൾ ദീനിലേക്ക് കടത്തി തിരികെ കയറ്റിയിട്ട് ഇത് ദീനാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു പെണ്ണിന് പ്രായപൂർത്തി എത്തിയത് ആരും അറിയാതെ രഹസ്യമാക്കി വെക്കണം. അയൽവക്കത്തെ ചെക്കൻ ലൈനടിക്കാതിരുന്ന എന്തുകൊണ്ടാ? ആ പെണ്ണ് ചെറിയ പെണ്ണാണ്, മൈനറാന്ന് കരുതിയിട്ടാണ്. അപ്പൊ പറയാ പ്രായപൂർത്തി എത്തിയെന്ന്. അവൻ ഉൾപ്പെടെ എല്ലാവരെയും ബിരിയാണിക്ക് വിളിക്കുക. അപ്പൊ അവൻ ലോകത്ത് തിരിയണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു റാഹത്ത്. ഇതിനവസരം നമ്മൾ ഉണ്ടാക്കില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് തുനിയുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.